ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് പേരക്ക മരത്തിൽ ഒത്തിരി പേരക്ക അങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കണ്ടത്. നല്ല യെല്ലോ കളറിലുള്ള ഒത്തിരി പേരക്ക ഉണ്ടായിരുന്നു. അതേപോലെ നല്ല മൂത്തതും അധികം മൂക്കാത്തതും ഉണ്ടായിരുന്നേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേരക്കയിൽ പുഴു വരുന്നുണ്ട്. അധികം പഴുത്ത അതായത് യെല്ലോ കളറായ പേരക്കയിൽ മിക്കതിലും പുഴു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പറിക്കാൻ വരുമ്പം ഏകദേശം ഒരുവിധം മൂത്തത്, അതായത് കഴിക്കുമ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം പഴുക്കണം എന്നൊന്നുമില്ല, ഒരു മൂപ്പാകുമ്പോഴേക്കും ഇതിന് നല്ല മധുരമാണ് കേട്ടോ. അതൊരു പ്രത്യേകതയാണ് ഈ പേരക്കയിൽ. എല്ലാ പേരക്കയിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതിൽ നല്ല പഴുപ്പായതുകൊണ്ട് തന്നെ ഒരുവിധം പഴുപ്പാകുമ്പോഴേക്കും ഞങ്ങൾ പറിക്കും. അധികം പഴുക്കാൻ വെച്ചാൽ പുഴു വരും, അതുകൊണ്ട് തന്നെ പറിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ ഒത്തിരി പേരക്ക കിട്ടിയേ. അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് പറിച്ചത്. പിന്നെ കൊച്ച് കറിയുണ്ട്. അപ്പോൾ കൊച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി പേരക്കയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറ ശരിക്കും പിടിക്കാഞ്ഞത്. അതേപോലെ നമ്മുടെ പറമ്പ് കണ്ടാലും മതി, ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ കിടക്കുന്നത്. വാഴയ്ക്കൊക്കെ തടെടുക്കാനൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതേപോലെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചാമ്പക്കയിൽ ഒരു 3-4 എണ്ണം മാത്രം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ നേരം ആകുമ്പോഴേക്കും കൊച്ച് ഭയങ്കര വാശിയായി. അപ്പോൾ അത് പറിക്കാതെ അങ്ങ് അവിടെ നിന്ന് പോന്നു. അതിന് ശേഷമാണ് വാശിയൊക്കെ അടങ്ങിയപ്പോഴേക്കും ഞാൻ ഇതിൽ സൈഡിൽ കൂടെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ മൾബറി ഇവിടെ ഒത്തിരി പഴുത്ത് നിൽക്കുന്നത് കണ്ടത്. അതും നല്ല മൂപ്പം ആവാറായിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്തത് കുറച്ച് കിട്ടി, പഴുക്കാത്തതും കുറച്ച് കിട്ടി. ഇത് പച്ചയ്ക്ക് തന്നെ, അതായത് പഴുക്കേണ്ട ആവശ്യമില്ല, പച്ചയ്ക്ക് തന്നെ ഭയങ്കര മധുരമാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം പച്ചയ്ക്ക് തന്നെ ഭയങ്കര മധുരമാണ്. പുളിയൊന്നും അങ്ങനെ അധികം ഇല്ല, ചെറിയൊരു നേരിയ പുളി ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ വെച്ചും കൊച്ച് നന്നായി കരഞ്ഞു. അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുഞ്ഞിനെയും കൊണ്ട് വേഗം അകത്ത് പോകാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ 2 വീഡിയോ ഇങ്ങനെ പറിക്കണത് മാത്രമേ എടുത്തു. ബാക്കിയൊക്കെ ഞാൻ ചെറപറാന്ന് പറിച്ച് അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം മഴ ആയതുകൊണ്ട് 2 ദിവസം ഇവിടെ അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് ആകെ ഫ്ലോപ്പായി പോകും. അതുകൊണ്ട് നേരത്തെ പറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.